ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഇത് ഞാൻ ചെയ്തൊരു ഷോർട്ട് വീഡിയോയുടെ തന്നെ ഫുൾ വീഡിയോ തന്നെയാണ്. നമ്മുടെ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, രണ്ട് സഹോദരിമാര് അവരെ പോലെ തന്നെ രണ്ട് സഹോദരന്മാരെ വിവാഹം കഴിക്കുന്നു. പക്ഷേ വിവാഹരാത്രിയിൽ പാർട്ട്നേഴ്സ് തമ്മിൽ മാറിപ്പോയാലോ? അങ്ങനെ ഒരു കഥയാണിത്. വളരെ രസകരമായ ഒരു ഡ്രാമ തന്നെയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷനും കൊടുക്കാനും മറക്കണ്ട. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ 4 പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സഹോദരിമാരും സഹോദരന്മാരെയും, ഒരു ചേച്ചിയും അനിയത്തിയും, ഒരു ചേട്ടനും അനിയനും. മൂത്ത സഹോദരിക്കും മൂത്ത ചേട്ടനും ഇളയ സഹോദരനും ഇളയ സഹോദരിക്കുമാണ് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു വെച്ചിരുന്നത്. തീരുമാനിച്ച പ്രകാരം തന്നെ വിവാഹം നടക്കുന്നു. വിവാഹരാത്രിയിലാവട്ടെ എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഉണരുമ്പോഴാണ് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നത്. മൂത്ത സഹോദരി ഇളയ സഹോദരനോടൊപ്പം, ഇളയ സഹോദരൻ മൂത്ത സഹോദരിയുടെ ഒപ്പമാണ് രാത്രിയിൽ കഴിഞ്ഞിരുന്നത്. പിറ്റേ ദിവസം ഈ സത്യങ്ങൾ മനസ്സിലാക്കി അവർ 4 പേരും അലറി വിളിക്കുകയാണ്. ഈ കഥയില് പ്രത്യേകിച്ച് ഹീറോയിൻ അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. 4 പേരും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നീട് 24 മണിക്കൂറുകൾക്ക് മുമ്പ് എന്താണ് സംഭവിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ 2 സഹോദരിമാരും വിവാഹവേദിയിലേക്ക് നടന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത സഹോദരി ഒരു ബിസിനസ് ക്യൂനാണ്. അതുകൊണ്ട് തന്നെ വിവാഹ വേഷമൊന്നും ധരിച്ചല്ല പുള്ളിക്കാരി എത്തിയിരിക്കുന്നത്. ഇളയ സഹോദരി വളരെ ക്യൂട്ടും അതുപോലെ തന്നെ ചെറുപ്പവുമാണ്. അവള് വിവാഹ വസ്ത്രമൊക്കെ ധരിച്ചു തന്നെയാണ് വിവാഹവേദിയിലേക്ക് വന്നിരിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും അച്ഛനമ്മമാരൊന്നുമില്ല. അവരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഇളയ സഹോദരിയെ വളർത്തിക്കൊണ്ടുവന്നത് ഈ മൂത്ത സഹോദരി തന്നെയാണ്. അവരുടെ ബിസിനസ്സിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായതിനു ശേഷമാണ് ഈ ഒരു വിവാഹത്തിനെ കുറിച്ച് മൂത്ത സഹോദരി ആലോചിക്കുന്നത്. അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ ബിസിനസ്സും ഒക്കെ ഷെയർ ചെയ്ത് നടത്താമല്ലോ. അങ്ങനെ ഒരു കാരണത്താൽ തന്നെയാണ് മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയും ഇതിന് സമ്മതിച്ചിരിക്കുന്നത്. അവരുടെ കമ്പനിക്കും ഇതുമൂലം പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷെ മൂത്ത സഹോദരി ആവട്ടെ വിവാഹം കഴിക്കുന്ന വ്യക്തിയോട് ഒരു ഡിമാൻഡ് വെച്ചിരുന്നു. വേറെയൊന്നുമല്ല, തന്റെ സഹോദരിയും താനും തമ്മിൽ 8 വയസ്സിന് വ്യത്യാസമുണ്ട്. അച്ഛനമ്മമാരുടെ മരണശേഷം തന്റെ മകൾ എന്നോണമാണ് അവളെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്. അവളില്ലാതെ ഞാനുമില്ല, ഞാനില്ലാതെ അവളുമില്ല. എനിക്ക് വിവാഹം കഴിച്ചു പോകണമെങ്കിൽ ആ വീട്ടിലേക്ക് അവളെയും കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവളാവട്ടെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹോദരന് 25 വയസ്സല്ലേ? തന്റെ സഹോദരിക്ക് 21 വയസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്ന ദിവസം തന്നെ എന്റെ സഹോദരിയുടെയും നിങ്ങളുടെ സഹോദരന്റെയും കൂടി വിവാഹം നടത്തണമെന്ന ഒരു ഡിമാൻഡാണ് മൂത്ത സഹോദരി വെച്ചിരുന്നത്. എന്നിരുന്നാലും അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വിവാഹ ദിവസവും വന്നെത്തുന്നു. എന്നാൽ വേദിയിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് അവരെ വിവാഹം കഴിക്കേണ്ടിയിരുന്ന വരന്മാരാവട്ടെ മഴ കാരണം ഫ്ലൈറ്റ് ക്യാൻസലായി അവിടെ പെട്ടുപോയിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ മാത്രമേ അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ സാധിക്കൂ. എന്നാൽ മൂത്ത സഹോദരി മനസ്സിൽ വിചാരിക്കുന്ന എന്തെന്ന് വെച്ചാൽ, ഒരിക്കലും ഈ ഒരു അവസരം വിട്ടുകളയരുതെന്നാണ്. മൂത്ത സഹോദരിക്കാവട്ടെ ബിസിനസ് കഴിഞ്ഞ് മറ്റെന്തോ ഉള്ളൂ. ഇതുപോലൊരു പണക്കാരുടെ കുടുംബത്തിലേക്ക് ഇനി അവർക്ക് പോകാനോ അതുപോലെ തന്നെ അവരുടെ ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനോ സാധിക്കണമെന്നില്ല. അതുമാത്രമല്ല, 2 സഹോദരിമാർക്കും ഒരു വീട്ടിലേക്ക് ചെന്നെത്തണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇളയ സഹോദരിയോട് അവൾ പറയുന്നുണ്ട്, നമ്മൾക്ക് ഇരുവർക്കും ഇങ്ങനെ ഒരു അവസരം ഇനി വന്നെത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ വരന്മാരില്ലെങ്കിൽ പോലും ഇവിടെ വെച്ച് നമ്മൾക്ക് വിവാഹിതരാവാമെന്ന്. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവരിവിടെ വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇനിയും അത് തുടരുകയും ചെയ്യും. നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നിന്നോടൊപ്പം ഞാൻ കാണും. ഞാൻ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്കാണത്. ഇപ്പോൾ നമ്മൾ 2 പേരും ഒരേ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. നിനക്ക് യാതൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് മൂത്ത സഹോദരി ഇളയ സഹോദരിക്ക് പ്രോമിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇളയ സഹോദരിക്കാവട്ടെ അവളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഇത്രയും വളർന്നിട്ടും ചെറിയ കുട്ടിയെ പോലെ തന്നെയാണ് ആ പെൺകുട്ടി പെരുമാറുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും ചേച്ചിയോട് ചോദിച്ചിട്ടേ കുടിക്കൂ എന്നുള്ളൊരു വ്യക്തിയായിരുന്നു ആ പെൺകുട്ടി. അങ്ങനെ വിവാഹ സൽക്കാരമൊക്കെ നടക്കുന്നുണ്ട്. നൈറ്റ് ആയപ്പോഴേക്കും മൂത്ത സഹോദരി അവളോട് പറയുന്നുണ്ട്, ഇത്ര ലേറ്റ് ആയത് കൊണ്ട് തന്നെ അവര് വില്ലയിലേക്ക് എത്താനാണ് സാധ്യത. നിനക്കാണെങ്കിൽ 3-ാം നമ്പർ വില്ലയിലേക്കാണ് പോകേണ്ടത്, എനിക്ക് 8ലേക്കാണെന്നും ആ സ്ത്രീ പറയുന്നു. ഇളയ സഹോദരി വളരെ ടയേർഡ് ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വില്ലയിലേക്ക് പോകുന്നുണ്ട്. അവൾ പോയി ഒരുപാട് കഴിഞ്ഞാണ് മൂത്ത സഹോദരി അവിടേക്ക് എത്തുന്നത്. അവിടെ ഇപ്പോൾ നല്ലപോലെ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കഥയിലെ മെയിൻ ലീഡിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഇളയ സഹോദരനാണ് അവിടേക്ക് എത്തുന്നത്. അവനൊരു ആക്ടറാണ്. ഈ വിവാഹത്തിന് അവന് തീരെ താല്പര്യമില്ലായിരുന്നു. അച്ഛന്റെയും മൂത്ത സഹോദരന്റെ നിർബന്ധം മൂലമാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇനി കഥയിലെ മൂത്ത സഹോദരനെയാണ് കാണിക്കുന്നത്.
അവൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്. ബിസിനസിന്റെ കാര്യത്തിൽ അച്ഛൻ, അമ്മ, സഹോദരൻ അങ്ങനെയൊന്നുമില്ല. മൂത്ത സഹോദരൻ അവനോട് പറയുന്ന എന്തെന്ന് വെച്ചാൽ തന്റെ വൈഫ് വളരെയധികം സ്നേഹത്തോടെ ലാളനയോടെയാണ് അവന്റെ സഹോദരിയെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്യരുത്, നല്ല രീതിയിൽ നോക്കണമെന്ന് പറഞ്ഞ് സഹോദരനെ അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, നീ നിന്റെ ഫയൽസും ലാപ്ടോപ്പൊക്കെ എടുത്തോ, ഫസ്റ്റ് നൈറ്റ് റൂമിൽ ചെന്നിരുന്ന് നിനക്ക് ജോലി ചെയ്യാനുള്ളതല്ലേ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് തന്നെ അവന്റെ അനിയനും അവനോട് ചോദിക്കുന്നുണ്ട്. മൂത്ത സഹോദരൻ മുറിയിലേക്ക് കടന്നു വരുമ്പോഴാവട്ടെ വളരെയധികം വിചിത്രമായ പൊസിഷനിൽ കമിഴ്ന്ന് മുടിയൊക്കെ വിരിച്ചിട്ട് കിടക്കുന്ന ഇളയ സഹോദരിയെ കാണുന്നുണ്ട്. തന്റെ വൈഫിനെ അറിയപ്പെടുന്നത് തന്നെ ബിസിനസ്സിലെ രാജ്ഞി എന്നാണ്. അത്രയധികം ഡിസിപ്ലിൻ ആയ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സ്ട്രേഞ്ച് ആയ ഒരു പൊസിഷനിൽ ഉറങ്ങാൻ സാധിക്കുമോ എന്നൊരു സംശയം അവൻ എന്തായാലും തോന്നാതിരുന്നില്ല. കമിഴ്ന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ മുഖം കാണാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഈ മൂത്ത സഹോദരൻ വിവാഹം കഴിക്കേണ്ടിയിരുന്ന പെൺകുട്ടിയുടെ കയ്യിൽ കിടക്കേണ്ട മോതിരം തന്നെയാണ് അവളുടെ കയ്യിലും കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തന്റെ വൈഫായ മൂത്ത സഹോദരിയാണെന്ന് തന്നെ ആ യുവാവ് ഉറപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിചിത്രമായ രീതിയിൽ അവൾ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ഉറക്കത്തെ ശല്യം ചെയ്യേണ്ട എന്ന് കരുതിക്കൊണ്ട് മൂത്ത സഹോദരൻ മറ്റൊരു മുറിയിലേക്ക് കിടക്കാനായി പോകുന്നു. അവിടെ അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു. കറണ്ടും ഈ സമയത്ത് പോകുന്നുണ്ട്. പേടിച്ച ഇളയ സഹോദരിയാവട്ടെ ചുരുണ്ടുകൂടി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവട്ടെ മൂത്ത സഹോദരിയുടെ പേര് വിളിച്ച് എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണല്ലോ, എന്റെ ചേച്ചി എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ യുവാവ് അവിടേക്ക് കയറി വരുന്നത്. ഭയങ്കര മഴയായതുകൊണ്ടാണ് പവർ കട്ടായത്. അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഈ രാത്രിയിൽ ഇനി ഇലക്ട്രീഷ്യനെ ഒന്നും വിളിച്ചാൽ വരികയില്ല എന്നും നാളെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്നും. ഭാഗ്യം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ തോന്നിയല്ലോ, എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണെന്ന് അവൾ പറയുന്ന സമയത്ത് തന്നെ അവിടെ ഭയാനകമായ ഒരു ഇടിമിന്നലുണ്ടാവുന്നുണ്ട്. പേടിച്ചരട്ടെ അവളാവട്ടെ അവന്റെ ദേഹത്തേക്ക് ചാടി കയറുന്നുണ്ട്. അവന്റെ ഹൃദയമാവട്ടെ പടപെടാൻ ഇടിക്കുന്നുണ്ട്. ഈ സമയത്താണ് മൂത്ത സഹോദരനും മൂത്ത സഹോദരിയും ഒരു ഡീൽ ഉറപ്പിക്കുന്നതായിട്ട് കാണുന്നത്. അവർ 4 പേരുടെയും വിവാഹം നടന്നത് ഒരു കണ്ടീഷനിലാണ്. മൂത്ത സഹോദരിയും മൂത്ത സഹോദരനും ബിസിനസിന്റെ കാര്യങ്ങളെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളെന്നും ബാക്കി ദിവസങ്ങളെല്ലാം ബിസിനസിന്റെ കാര്യമായിട്ട് തിരക്കിലായിരിക്കും. 1 വർഷത്തിനിടയിൽ തന്നെ മൂത്ത സഹോദരന്റെ കുടുംബത്തിലേക്ക് ഒരു അനന്തരാവകാശം നൽകണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ കണ്ടീഷൻ അവൾ അംഗീകരിച്ചേ മതിയാവൂ എന്നും മൂത്ത സഹോദരിയോട് അവൻ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പോലെ ഒരു ബിസിനസ് ഡീൽ പോലെയാണ് മൂത്ത സഹോദരനും മൂത്ത സഹോദരിയും കണ്ടിരുന്നത്. അവനാവട്ടെ ഒരു ടാസ്ക് മിഷൻ പോലെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി നമുക്കങ്ങ് തീർത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനാവട്ടെ ഉടനടി അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ, അവൻ പറഞ്ഞത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. ഇവൻ എന്താ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പെരുമാറുന്നേ എന്ന് ഭയപ്പാടോടെ തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവൾ അവനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ വിടുന്ന ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ സഹോദരിയോടൊപ്പം ജീവിക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവളും അത് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നീട് ഇളയ സഹോദരനെ കാണിക്കുന്നുണ്ട്. അവിടെ എന്താണ് കറണ്ട് പോകാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, അവിടെ നടന്ന കാര്യങ്ങളും കാണിക്കണമല്ലോ. ഇളയ സഹോദരൻ വില്ലയിലേക്ക് കടങ്ങുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളോട് ഹാർഷായിട്ടുള്ള രീതിയിലൊന്നും പെരുമാറരുതെന്നും ഫോഴ്സ് ചെയ്യരുതെന്നും. അവൾ വളരെ ചെറിയ പെൺകുട്ടിയല്ലേ, പേടിച്ചു പോകുമെന്നൊക്കെ കരുതിക്കൊണ്ടാണ് അവൻ അവിടേക്ക് കയറി വരുന്നത്. അകത്തേക്ക് പോയപ്പോഴാവട്ടെ മൂത്ത സഹോദരിയെ അവൻ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൂത്ത സഹോദരനും മൂത്ത സഹോദരിയും കൂടെയാണ് ഈ മാരേജ് ഒക്കെ ഉറപ്പിച്ചത്. അവരിരുവരും തമ്മിലേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇളയ സഹോദരിക്കോ ഇളയ സഹോദരനോ തമ്മിൽ അറിയുക പോലും ഇല്ല. അപ്പോൾ ഈ മൂത്ത സഹോദരിയെ കണ്ടിട്ട് ഇളയ സഹോദരൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല സ്മാർട്ടും ക്യൂട്ടും ആണല്ലോ, പക്ഷെ 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പോലെ തോന്നുന്നില്ലല്ലോ, വളരെ മെച്യൂർഡായി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവളെ വിളിച്ചുണർത്താനായി അവൻ അടുത്തേക്ക് പോകുന്നു. തീർച്ചയായും അവൾ ഉണർന്നു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും അത് അവളുടെ സഹോദരിയുടെ ഭർത്താവാണെന്ന്. എന്നിരുന്നാലും അവൾ ഉണരുന്ന സമയത്ത് തന്നെ കറണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തന്റെ അനിയനാണെന്നുള്ള വിവരം അവൾക്ക് മനസ്സിലാവുന്നില്ല. കണ്ണു തുറന്ന ഉടനെ തന്നെ അവളാവട്ടെ അവനെ ഫോഴ്സ് ചെയ്ത് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട്. അയ്യോ നീ എന്തൊക്കെയാ കാണിക്കുന്നത്, നീ കുടിച്ചിട്ടുണ്ടോ എന്ന് അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കുടിച്ചിട്ടുണ്ടോന്നോ? ഞാനോ? നീ ചുമ്മാ ഭ്രാന്ത് പറയല്ലേ. ഒന്നാമത് നീ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് മുറിയിലേക്ക് വന്നത്. കല്യാണത്തിനും വന്നില്ല, അത് ഞാൻ വിട്ടു. പക്ഷേ നമ്മുടെ ടാസ്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണ്ടേ, അതെങ്ങനെ നിനക്ക് മറക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളാവട്ടെ കൂടുതലായി സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് ടൈമില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അവള് തന്നെ അവനെ ഫോഴ്സ് ചെയ്ത് റൊമാൻസ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. അവനാണെങ്കിൽ എന്താ ഈ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നീ എന്താ ഈ ചെറിയ പയ്യന്മാരെ പോലെ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതൊന്നും തീരെ ശരിയല്ല എന്ന് അവൾ അവന്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ അവനും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. സഹോദരിക്കും ഇളയ സഹോദരനും പരസ്പരം അറിയില്ലല്ലോ.
അങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കിയ 4 പേരും 2 വില്ലകളിൽ നിന്നും അലറി വിളിക്കുന്നുണ്ട്. എന്ത്, എന്റെ ചേട്ടത്തിയായിരുന്നു നീ എന്ന് പറഞ്ഞ് ഇളയ സഹോദരൻ അലറി വിളിക്കുന്നുണ്ട്. ഇവിടെ ഇളയ സഹോദരിയാവട്ടെ, നിങ്ങൾ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണോ, നിങ്ങളുടെ കൂടാണോ ഞാൻ ഇന്നലെ ടൈം സ്പെൻഡ് ചെയ്തെന്നൊക്കെ ചോദിച്ച് അവളും അലറി വിളിക്കുന്നുണ്ട്. സത്യങ്ങൾ മനസ്സിലാക്കിയ അവർ 4 പേരും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറിപ്പോകുന്നുണ്ട്. മൂത്ത സഹോദരിയാവട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്റെ മുറിയിലേക്ക് കടന്നു വന്നേ എന്ന്. നിങ്ങളുടെ മുറിയോ, ഇത് എന്റെ മുറിയാണ്, നിങ്ങളാണ് തെറ്റായ മുറിയിലേക്ക് കടന്നു വന്നേ എന്ന് അവൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ വളരെ സൈലന്റായി തന്നെയല്ലേ നിന്നിരുന്നത്, നിങ്ങളല്ലേ എന്നെ ഫോഴ്സ് ചെയ്തത്. ഇതെന്തായാലും കൊള്ളാം, ഒക്കെ ടാസ്ക് എന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടിയിട്ട് അവസാനം എല്ലാം കൂടി എന്റെ മണ്ടയിലേക്ക് വെക്കുന്നു എന്നവൻ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ വല്ലാത്ത നാണക്കേടും തോന്നുന്നു. ഈ പ്രശ്നത്തിന് എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ. അതുകൊണ്ട് തന്നെ 4 പേരും കൂട്ടം കൂടിയിരുന്ന് തല പുകഞ്ഞിരുന്ന് ആലോചിക്കുകയാണ്. മൂത്ത സഹോദരനും മൂത്ത സഹോദരിയും ഇളയ സഹോദരനും ഇളയ സഹോദരിയും ആണല്ലോ വിവാഹം കഴിച്ചത്. പക്ഷേ ആദ്യരാത്രി മാത്രം പരസ്പരം മാറി നടന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും ആകെ അങ്കലാപ്പിലിരിക്കുന്ന സമയത്താണ് മൂത്ത സഹോദരി ഇളയ സഹോദരിയെ ശ്രദ്ധിക്കുന്നത്. എല്ലാം കഴിഞ്ഞോ എന്ന് ചേച്ചി അനിയത്തിയെടുത്ത് ചോദിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, ടാസ്ക് മിഷൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞു പോയി എന്ന് തന്നെ അവൾ വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്. ഇതിലാരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ എല്ലാവരും പരസ്പരം കണ്ടിട്ടല്ലല്ലോ വിവാഹം കഴിച്ചത്. നിനക്ക് മൂത്ത സഹോദരനെ ഇഷ്ടമായോ എന്ന് അനിയത്തിയെടുത്ത് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട മൂത്ത സഹോദരനാവട്ടെ വളരെയധികം ആകാംക്ഷഭരിതനായി തന്നെ അവൾ എന്താണ് മറുപടി പറയാൻ പോകുന്നേ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിരുന്നാലും ഇളയ സഹോദരിയാവട്ടെ അവനെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ സഹോദരൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ തന്നെയല്ലേ പറഞ്ഞത് ചെറിയ പെൺകുട്ടിയാണ്, അവളെ നന്നായി നോക്കിക്കൊള്ളണമെന്നൊക്കെ, എന്നിട്ട് നിങ്ങളിത് എന്തൊരു പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മൂത്ത സഹോദരനാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ അവനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. മൂത്ത സഹോദരി ഈ സമയത്ത് പറയുന്നുണ്ട്, ശരി, ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, സിവിൽ ബ്യൂറോയിൽ പോയി ഇതുവരെ നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ എന്റെ സഹോദരിയുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതിയാവും, ഞാൻ നിങ്ങളുടെ സഹോദരനുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിലാവട്ടെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നല്ലേ ഉള്ളൂ, അതിൽ ആരെ വിവാഹം കഴിക്കണമെന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അവന്റെ സഹോദരനും എന്തായാലും അത് കറക്റ്റായി തോന്നുന്നുണ്ട്. കാരണം അവൻ ഇതിനോടകം തന്നെ മൂത്ത സഹോദരിയെ ഇഷ്ടമായി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും മൂത്ത സഹോദരി അവനോട് ചോദിക്കുന്നുണ്ട്, എന്നിരുന്നാലും ഇത് നിന്റെ ജീവിതത്തിന്റെയും കൂടെ കാര്യമാണ്, നന്നായി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്താൽ മതിയെന്ന്. അതെന്തായാലും കൊള്ളാം, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ വളരെയധികം തെറ്റ് തന്നെയാണ്, എനിക്ക് ഓക്കെ ആണെന്ന് തന്നെ അവനും പറയുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും സിവിൽ ബ്യൂറോയിലേക്ക് ഒരുമിച്ച് പോയി തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇളയ സഹോദരി ആവട്ടെ ഞാനാണ് എന്റെ ചേച്ചിയുടെ അടുത്ത് നിൽക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഹസ്ബൻഡിനെ തള്ളി മാറ്റി കളയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് മൂത്ത സഹോദരന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. അത് മാത്രമല്ല അവൾക്ക് അത്രത്തോളം ഇഷ്ടം അവളുടെ ചേച്ചിയോടുണ്ടോ എന്ന് കണ്ടിട്ട് അവന് വല്ലാതെ പൊസസീവും തോന്നുന്നുണ്ട്. നീ നിൽക്കേണ്ട സ്ഥലം ഇവിടെയാണെന്ന് പറഞ്ഞ് ഡ്രസ്സിന് പിടിച്ച് തന്നെ അവന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ട് അവളെ. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ചേച്ചിയോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് അവളാവട്ടെ ഷാട്ട്യം പിടിച്ചുകൊണ്ട് മൂത്ത സഹോദരിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നാൽ ഇവളിപ്പോൾ എന്റെ വൈഫാണെന്ന് പറഞ്ഞ് ഇളയ സഹോദരനും തർക്കിക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും ഒരാൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത സഹോദരനാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. വെളിയിൽ ഇറങ്ങിയാലും ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് ശേഷം സഹോദരനോട് അവളുമായി വഴക്കിടാതെ വന്ന് കാറിലേക്ക് കയറ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഈ വിവരങ്ങളൊക്കെ പേരൻസിനോട് പറയാനായി അവർ പേരൻസിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് അവരുടെ അമ്മയാണ് മീറ്റ് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഈ കാര്യത്തിൽ. ഈ ടൈമിലാണ് അവരുടെ അച്ഛൻ അവിടേക്ക് വരുന്നത്. എന്തായാലും സഹോദരന്മാരുടെ അച്ഛൻ ഈ വിവരം തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് അംഗീകരിക്കാനും അയാൾ തയ്യാറായിരുന്നില്ല. അവരുടെ അമ്മയാവട്ടെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തീരെ അതൊന്നും വർക്കാവുന്നുണ്ടായിരുന്നില്ല. അവസാനം അവരിവരുടെ അച്ഛൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു പക്വത കുറഞ്ഞ പെൺകുട്ടിയെ തന്റെ മൂത്ത മരുമകളായി അംഗീകരിക്കാൻ തീർത്തും സാധിക്കുന്നതല്ല. എന്നിരുന്നാലും അവൾക്ക് വേണ്ട ട്രെയിനിങ് നടത്താനായി ഇത്രയധികം ആൾക്കാരെ ഞാൻ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. 3 മാസത്തിനകം അവൾ ട്രെയിനിങ് ഒക്കെ നല്ലവിധം കംപ്ലീറ്റ് ചെയ്ത് നല്ലപോലെ ബിഹേവ് ചെയ്യാനൊക്കെ പഠിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ മൂത്ത മരുമകളായി അവളെ ഞാൻ അംഗീകരിക്കാം. ഇനി അങ്ങനെയല്ല നടക്കാൻ പോകുന്നെങ്കിൽ തീർത്തും അവളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് കേട്ടപ്പോൾ മൂത്ത സഹോദരി വളരെയധികം ദേഷ്യത്തോടെ തന്നെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്റെ സഹോദരിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത്? നിങ്ങളുടെ പറച്ചിലൊക്കെ കേട്ടാൽ കാളപ്പോരിഞ്ഞൊരു കാളയെ റെഡിയാക്കുന്ന പോലെയൊക്കെ തോന്നുമല്ലോ. ഇത് തെറ്റായി നടന്നൊരു സംഭവമാണ്. അതുമൂലം തന്നെ തന്റെ സഹോദരിയെ ഇത്രത്തോളം ദ്രോഹിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അദ്ദേഹത്തിനോട് അവൾ സംസാരിക്കുന്നുണ്ട്. ഇളയ സഹോദരി ഈ സമയത്ത് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഇളയ സഹോദരന്റെ അടുത്തേക്ക് ഓടി ചെന്ന് നിന്നിട്ട് ഞാൻ ഇവരെ തന്നെ വിവാഹം കഴിച്ചോളാം, ആരെ വിവാഹം കഴിച്ചാലും എനിക്ക് എന്റെ ചേച്ചിയോടൊപ്പം നിൽക്കണമെന്നേ ഉള്ളൂ എന്ന് പറയുന്നു. നീ എന്തൊക്കെയാ ഈ പറഞ്ഞു കൂട്ടുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നീ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, 21 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ആ പാകതയോടെ തന്നെ സംസാരിക്കൂ എന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ തന്നെ മൂത്ത സഹോദരൻ അവളെ പിടിച്ച് അവന്റെ അടുത്തേക്ക് നിർത്തുന്നുണ്ട്.
അച്ഛാ, നിങ്ങൾ എനിക്കൊരു 3 മാസം ടൈം താ, ഞാൻ ഇവളെ എല്ലാം ശരിക്കും പഠിപ്പിച്ചെടുക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് മൂത്ത സഹോദരൻ അവന്റെ അച്ഛനോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ സഹോദരന്മാരുടെ അച്ഛൻ അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ 3 മാസങ്ങൾക്ക് ശേഷം പെരുമാറേണ്ട രീതികളൊക്കെ അവൾ നല്ലവണ്ണം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് തന്നെ പറയുന്നുണ്ട്. അവരുടെ പേരൻസ് അവിടെ നിന്ന് പോയതിനു ശേഷം മൂത്ത സഹോദരി ഇളയ സഹോദരിയോട് പറയുന്നുണ്ട്, നിനക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ടെൻഷൻ ആവണ്ട, എന്നോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതി, നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്യാം, മറ്റൊരു സഹോദരന്മാരെയും വിവാഹം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കും? ഞാൻ എന്തായാലും അതിന് സമ്മതിക്കില്ല എന്ന് തന്നെ അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ദേ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്റെ ചേട്ടൻ കാണാനൊരു മുരടനെ പോലെ ആയിരിക്കും, പക്ഷെ ആളൊരു പാവമാണ്. നീ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. എന്റെ സഹോദരൻ എന്റെ സഹോദരിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഡിവോഴ്സ് ഒക്കെ എടുത്തിടേണ്ട കാര്യമുണ്ടോ? നമ്മൾക്ക് 4 പേർക്കും നല്ലൊരു ഫാമിലിയായി തന്നെ മുന്നോട്ട് ജീവിക്കാം. മൂത്ത സഹോദരനാവട്ടെ അവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് അവനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും നോക്കുന്നുണ്ട്. പിന്നീട് തന്നെ ഇളയ സഹോദരി ആവട്ടെ ഞാനെല്ലാം പഠിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ക്യൂട്ടായിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ ചിരിച്ചു കാണിക്കുന്നുണ്ട്. നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെയാണ്, എനിക്കിപ്പോൾ യാതൊരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇളയ സഹോദരനാവട്ടെ, ഡാർലിംഗ് എന്നെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ, ഞാനും വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ പിന്നാലെ ഓടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇളയ സഹോദരിയാവട്ടെ അവളുടെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ തീരെ ഇഷ്ടമായില്ലേ എന്ന്. അപ്പോൾ അവനും ചോദിക്കുന്നുണ്ട്, നീയല്ലേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എന്റെ അനിയന്റെ അടുത്തേക്ക് പോയത്? അപ്പോൾ അവളും ചോദിക്കുന്നുണ്ട്, ഞാൻ പിന്നെ എന്താണ് വേണ്ടത്? എനിക്ക് വളരെയധികം ദേഷ്യം വന്നു, എനിക്ക് എങ്ങനെ നടക്കണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തരണമെന്ന് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും എന്റെ അമ്മയ്ക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു, ഈ വിഷയം ഇവിടെ വെച്ച് തന്നെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. കാറിൽ വെച്ച് അവളാവട്ടെ എന്റെ ഈ ഒരു ബോക്സ് തുറന്നതെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. കണ്ടാലോ ആ ബോക്സ് നിറയും സ്വീറ്റ്സും സ്നാക്സും ഒക്കെ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവനാവട്ടെ ഇത് കണ്ടിട്ട് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. ഇതൊന്നും കാറിലിരുന്ന് കഴിക്കരുതെന്നും കാറിൽ ഇതിന്റെ സ്മെല്ലാവുമെന്നൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുമ്പോൾ അവളാവട്ടെ എനിക്ക് വിശന്നിട്ടാണെന്ന് പറഞ്ഞ് ദയനീയമായി അവനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തവണത്തേക്ക് കഴിച്ചോളാൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ അപ്പൊ തന്നെ അവളുടെ സഹോദരിയെ ഫോൺ വഴി മെസ്സേജ് അയച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. ഇനി 2 സഹോദരന്മാരും 2 വീടുകളിലാണ് താമസിക്കാൻ പോകുന്നത്. അവളുടെ ഹസ്ബൻഡ് അവളോട് പറയുന്നുണ്ട്, ഇനി മുതൽ നമ്മൾ ഇരുവരും ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. നിനക്ക് നിന്റെ ചേച്ചിയെ കാണാൻ തോന്നുമ്പോൾ പോയി കണ്ടോളൂ എന്ന് പറയുന്നു. അത് മാത്രമല്ല നിന്റെ ചേച്ചിയുമായി ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ഞങ്ങൾ 2 പേരും ബിസിനസിന്റെ കാര്യങ്ങളെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആഴ്ചയിൽ 2 ദിവസം നൈറ്റ് മാത്രമായിരിക്കും ഞാൻ നിന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം വേറെ മുറിയിലായിരിക്കും. കാരണം മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ബിസിനസ് സംബന്ധമായിട്ടുള്ള തിരക്കുകളിലായിരിക്കുമെന്നും അവൻ പറയുന്നുണ്ട്. എന്തുവാ 2 ദിവസം മാത്രമോ എന്ന് അവള് ടെൻഷനായി എഴുന്നേറ്റ് അവനോട് ചോദിക്കുമ്പോൾ, അതെ 2 ദിവസം മാത്രമേ അതിന് സാധിക്കൂ, മറ്റുള്ള ദിവസങ്ങളെല്ലാം എനിക്ക് വർക്കുണ്ട്. നീ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവൂ എന്ന് തന്നെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ശരി, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചു നേരത്തേക്ക് നമുക്കങ്ങ് മറക്കാം. ഇപ്പോഴല്ലേ നമ്മുടെ വിവാഹം കഴിഞ്ഞത്, നീയാണെങ്കിൽ വളരെ ചെറുപ്പവുമാണ്. നീ ആഗ്രഹിച്ച കാര്യം ഞാൻ നടത്തി തന്നില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് അവനാവട്ടെ റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് മൂത്ത സഹോദരിയെ കാണിക്കുന്നുണ്ട്. അവൾ അവളുടെ വർക്കിൽ വളരെയധികം ബിസി ആയിരിക്കുന്ന സമയത്ത് ഇളയ സഹോദരനാവട്ടെ അവൾക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ അയക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ അവളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്ററും വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മുഴുകിപ്പോയിരുന്ന അവളാവട്ടെ അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ മറന്നുപോയിരുന്നു. അവൾക്കാണെങ്കിൽ അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റ് അവനെ പിക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവന്റെ ഒരു കോൺസേർട്ടിലേക്ക് അവൾ പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കി അവളാവട്ടെ ആകെ അന്താളിച്ചു പോകുന്നുണ്ട്. കാരണം അത്രത്തോളം പെൺകുട്ടികളായ ഫാൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഇത്രയും വലിയ ആളായിരുന്നോ, ശരിക്കും അവന് അവളെ ഇഷ്ടമായി കാണുമോ എന്നൊക്കെ. അവനാവട്ടെ ഈ സമയം കൊണ്ട് ഒരുപാട് ഫാൻസ് ഇതിലുള്ളത് കൊണ്ട് തന്നെ പിൻവശത്തെ വഴിയിൽ കൂടെ ഒറ്റയ്ക്ക് തനിച്ച് വീട്ടിലേക്ക് പോകാനായി നടന്നു പോവുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് അവിടേക്ക് ഒരു ഗുണ്ടാ സംഘം വരികയും അവൻ ആരാണെന്നറിയാതെ അവനോട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പണം കൊടുക്കുന്നോ ഇല്ലയോ എന്ന് ഒരാൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് മൂത്ത സഹോദരി അവിടേക്ക് വരുന്നത്. ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന മട്ടിലായിരുന്നു അവളുടെ നിൽപ്പ്. ഇത് കണ്ട അവനാവട്ടെ ഇവള് തന്നെക്കാട്ടിലും ഫൈറ്റ് ചെയ്യാനൊക്കെ മിടിക്കുകയാണോ എന്നുള്ള രീതിയിൽ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചുമ്മാ പറയുകയല്ല, ഇവർ 2 പേരും നല്ല സൂപ്പർ കപ്പിൾസ് തന്നെയാണ്. 2 പേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് അവന്മാരെയൊക്കെ തുരത്തുന്നുണ്ട്. അതിനുശേഷം അവരവിടെ റെസ്റ്റ് എടുക്കാൻ ഒരിടത്തേക്ക് ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അവനെ കാണാനായിട്ടാണല്ലോ അവൾ അവിടേക്ക് വന്നത്. എന്നാൽ അത് സമ്മതിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല.
ടൈം ഒരുപാട് പോയി, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാ ഇവിടെ വന്നേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എടി പാപി, എന്നെയും കൂടി കൊണ്ടുപോയി ഇവിടെ തനിച്ചാക്കിയിട്ട് പോവാതെ എന്നും പറഞ്ഞുകൊണ്ട് അവനും പിന്നാലെ ഓടുന്നുണ്ട്. വീട്ടിലെത്തി അവനവട്ടെ ഷർട്ടൊക്കെ ഊരി മാറ്റിയതിനു ശേഷം മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇന്നെന്തായാലും അവളെ ഇംപ്രസ് ചെയ്യിക്കണം, അവളാണെങ്കിൽ തന്നെക്കാട്ടിലും വലിയ ബലശാലിയാണെന്നാണ് കരുതിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനാവട്ടെ മസിലൊക്കെ പെരുപ്പിച്ച് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ മീറ്റിംഗിൽ ഇരിക്കുകയായിരുന്നു. അവള് ഗവനിക്കാതിരിക്കുന്നത് കണ്ടിട്ട് തന്നെ അവന് വല്ലാതെ നാണക്കേട് തോന്നുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവുകയായിരുന്നു, എക്സസൈസ് ചെയ്യാൻ മറന്നുപോയി, അതിനു വേണ്ടിയിട്ടാണ് ഷർട്ടൊക്കെ ഊരിമാറ്റി എക്സസൈസ് ചെയ്തേ, ഇനി ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് പോകാനിരുങ്ങുന്നുണ്ടെങ്കിലും അവൾ ഉടനടി എഴുന്നേറ്റിട്ട് എന്റെ മീറ്റിംഗ് എന്തായാലും അവസാനിച്ചു, ഈ ഒരാഴ്ചയിലെ ഒരു ദിവസം കൂടി ബാക്കിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവനുമായി റൊമാൻസ് ചെയ്യുന്നു. ഇവിടെ മൂത്ത സഹോദരനാവട്ടെ അനിയത്തിയോട് വളരെ സ്ട്രിക്റ്റ് ആയി തന്നെയാണ് പെരുമാറുന്നത്. അവൾക്ക് പച്ചക്കറികളൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല, അതൊക്കെ നിർബന്ധപൂർവ്വം അവളെ അവൻ കഴിപ്പിക്കുന്നുണ്ട്. അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കണ്ടിട്ട് അവൾ വളരെ ക്യൂട്ടാണെന്ന് തന്നെ അവന് തോന്നുന്നുണ്ട്. പക്ഷെ തന്റെ ഫീലിങ്സ് ഒന്നും അവളോട് പ്രകടിപ്പിക്കാനോ പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ് അവൻ. കാരണം അവൻ തന്നെ അവളോട് വളരെ സ്ട്രിക്റ്റ് ആയി പറഞ്ഞല്ലേ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമെന്ന്. ഇപ്പോൾ അവന് തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. അവനങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളാവട്ടെ അവന്റെ കൈ പിടിച്ചു വെച്ചിട്ട് അവളുടെ സഹോദരിയുടെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവളെന്താ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ഉറക്കത്തില് അവരുടെ അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ചേച്ചിയുടെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നേ? അത്രയ്ക്ക് സ്നേഹമാണോ ചേച്ചിയോട് എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെ അവന് വല്ലാതെ പൊസസീവ് അടിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇളയ സഹോദരി ആവട്ടെ അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് വന്നിട്ട് ഒരു വീഡിയോ കാണിച്ചിട്ട് ഇതുപോലെ എനിക്ക് തലമുടി പിന്നിത്തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ചേച്ചിയായിരുന്നു ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്തു തന്നോണ്ടിരുന്നേ എന്ന് പറയുമ്പോൾ അവൻ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതൊക്കെ സാധാരണ മാറ്റർ ആണെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ തല കെട്ടി കൊടുക്കുന്നുണ്ട്. അവൾക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട്, ഇത്ര പെർഫെക്റ്റില് അവൻ തല കെട്ടി കൊടുത്തപ്പോൾ. കുറച്ചു സമയത്തിനുള്ളിൽ മൂത്ത സഹോദരി വിളിച്ച് അവളോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എങ്ങനെ ട്രെയിനിങ് ഒക്കെ പോകുന്നു എന്നും മൂത്ത സഹോദരൻ അവളോട് മോശമായി പെരുമാറുന്നുണ്ടോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരേ ഒരു കാര്യം, എന്നെ കൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ കഴിപ്പിക്കുന്നുണ്ട്, എനിക്കത് തീരെ ഇഷ്ടമല്ല എന്ന് തന്നെ അവള് പറയുന്നുണ്ട്. അവൻ അവളെ മോശമായി ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും തിരിച്ച് തൻ്റെ അടുത്തേക്ക് തന്നെ വരണമെന്ന് മൂത്ത സഹോദരി അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും ഞാൻ തിരിച്ചെത്താം, ഇപ്പോൾ തന്നെ ഒരു ദിവസമായി നിങ്ങളെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് അവള് വല്ലാതെ ഫീൽ ചെയ്തിരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മൂത്ത സഹോദരിയുടെ അടുത്തേക്ക് അവളുടെ ഹസ്ബൻഡ് വരുന്നുണ്ട്. നീ എപ്പോഴും നിന്റെ അനിയത്തെക്കുറിച്ച് മാത്രമേ ആലോചിച്ച് ടെൻഷൻ അടിക്കാറുള്ളൂ, എന്നെക്കുറിച്ച് നീ ഒന്ന് ഗവനിക്കാറ് പോലും ഇല്ല എന്ന് പറഞ്ഞ് വല്ലാതെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇന്ന് എപ്പോഴാണ് അവളുടെ വർക്കൊക്കെ കഴിയുക എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. നൈറ്റ് 8 മണി കഴിയുമെന്ന് അവൾ പറയുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്തായാലും വീട്ടിലേക്ക് വാ, അവളെ വെയിറ്റ് ചെയ്ത് മുറിയിൽ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവനെ ഇളയ സഹോദരി വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ വളരെയധികം ടെൻഷനിലാണ്, എന്താണ് കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് വെക്കാൻ തന്നെ അവൻ അവളോട് പറയുന്നുണ്ട്. അവന്റെ വൈഫ് അവനെ ഇങ്ങനെ ഗവനിക്കാത്തത് കൊണ്ടാണ് അവളോട് ഇങ്ങനെ കുറച്ച് പരുഷമായി തന്നെ അവൻ സംസാരിച്ചത്. നിങ്ങളുടെ മൂത്ത സഹോദരനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്റെ സഹോദരന്റെ അടുത്ത് നീ വളരെ ക്യൂട്ടായി പെരുമാറിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ക്യൂട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഇതിൽ കൂടുതൽ എങ്ങനെ ക്യൂട്ടായിട്ട് പെരുമാറാൻ സാധിക്കുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയായിട്ട് പോലും അവൻ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവൾ പറയുന്നുണ്ട്. കേട്ട ഉടനെ തന്നെ അവൻ പറയുന്നുണ്ട്, നീ കുറച്ചും കൂടി നന്നായി ക്യൂട്ടായിട്ട് അവന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ പെരുമാറണം. അതുപോലെ തന്നെ നിന്റെ ചേച്ചിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടമെന്നും അവൻ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നെ കഴിഞ്ഞ് എന്റെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബിസിനസ് ആണ്, പിന്നെ സ്പോർട്സും. ഇഷ്ടമല്ലാത്തത് ഈ കാർ റേസിംഗും ബൈക്ക് റേസിംഗും ഒക്കെയാണെന്ന് അവളും പറയുന്നു. കോളൊക്കെ കട്ട് ചെയ്തതിനു ശേഷം ഇളയ സഹോദരി ആവട്ടെ അവളുടെ ഹസ്ബൻഡിനെ കാണാനായി പോകുന്നുണ്ട്. അവന് കോഫിയൊക്കെ കൊണ്ടുചെന്ന് കൊടുക്കുന്നുണ്ട്, അവന്റെ തോളൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ അവൾ ഇതിനു മുമ്പ് പെരുമാറാത്തത് കൊണ്ട് തന്നെ എന്തോ കാര്യസാധ്യത്തിന് തന്നെയാണ് അവൾ തന്റെ അടുത്ത് വന്നേ എന്നവന് മനസ്സിലാവുന്നുണ്ട്. മതി നിർത്തിക്കോ, എന്താണ് കാര്യമെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് തന്നെ അവൻ അവളടുത്ത് പറയുന്നു. അത് പിന്നെ എന്റെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എന്റെ സഹോദരിക്ക് അതിന് പങ്കെടുക്കാൻ സാധിക്കില്ല, പകരമായി എന്നോട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അച്ഛനമ്മമാരുടെ മരണശേഷം എന്നെയും ചേച്ചിയെ നല്ല രീതിക്കൊന്നും അല്ല അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലിയിലുള്ള എല്ലാവരും ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നതാണ്, വിവാഹശേഷം നിങ്ങളെയും ഞാൻ ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പറ്റുമെങ്കിൽ മാത്രം എന്നോടൊപ്പം വന്നാൽ മതി, അല്ലെങ്കിൽ പോവേണ്ടതില്ല എന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ ആ പാർട്ടിയിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ആരെങ്കിലും അവനോട് മോശമായി പെരുമാറിയാൽ അവളെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുന്നുണ്ട്. അവനാവട്ടെ അതിനും സമ്മതിക്കുന്നുണ്ട്. അവള് വളരെയധികം സന്തോഷത്തോടെ തന്നെ അവന്റെ മടിയിലേക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷെ അവനാവട്ടെ നീ എന്താ ഈ കാണിക്കുന്നത്, ആഴ്ചയിൽ 2 ദിവസം എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവള് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ജോളിയായിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, ഗസ്റ്റ് റൂമിൽ തന്നെ കിടന്നു, ഞാൻ അകത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ദേഷിച്ച് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്.
എന്നാൽ മുറിയിലേക്ക് എത്തിയ അവളാവട്ടെ ചില ഭർത്താക്കന്മാര് ഭാര്യമാർ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷിക്കുന്ന പോലെ തന്നെ ഒരു പെട്ടി തുറന്ന് സ്നാക്സ് ഒക്കെ എടുത്തിട്ട് വീഡിയോ കണ്ട് ആസ്വദിച്ചതൊക്കെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇന്ന് ഈ ദിവസം അവൻ ഈ മുറിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ആഹ്ലാദിക്കുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡിന് അവിടെ കിടന്നിട്ട് തീരെ ഉറക്കവും വരുന്നില്ലായിരുന്നു. പാവം ചെറിയ പെൺകുട്ടിയല്ലേ, അവളോട് അത്ര ഹാർഷായി സംസാരിക്കേണ്ടതിരുന്നില്ല. മുറിയിലേക്ക് ചെന്ന് അവളോട് സോറി പറഞ്ഞ് അവിടെ തന്നെ കിടക്കാമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അവൾ അവിടെ വളരെ ജോളിയായി തന്നെ സ്നാക്സ് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ടൈമിലാണ് കതവിന് മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. അയ്യോ വന്നല്ലോ, ഇവൻ ഇതുവരെ ഉറങ്ങിയില്ലേ. അകത്തേക്ക് കയറി വന്നാൽ അവൻ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കി അവളാവട്ടെ പുറത്തേക്ക് ഇറങ്ങി എന്ത് പറ്റി, എന്താണ് കാര്യമെന്ന് ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ നിന്നോട് നേരത്തെ അങ്ങനെ പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നീട് എനിക്ക് ഉറങ്ങാനും സാധിച്ചില്ല. ഇന്ന് ഞാൻ നിന്നോടൊപ്പം തന്നെ കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ എന്ന് അവൻ പറയുമ്പോൾ തന്നെ അവള് ചാടിക്കയറി പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടെ ഒരു എയർ ഫ്രഷ്നർ അടിച്ചിരുന്നു, അതിന്റെ സ്മെല്ല് എനിക്ക് എന്നെ സഹിക്കാൻ വയ്യ. ഗസ്റ്റ് റൂമിൽ തന്നെ പോയി ഉറങ്ങാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് അവൾ അവിടേക്ക് പോകുന്നുണ്ട്. മുറിയിലേക്ക് എത്തിയപ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ, റൂൾസ് ഒക്കെ പിന്നീടുള്ള ദിവസങ്ങളിൽ നോക്കാമെന്ന് പറഞ്ഞ് അവളോട് റൊമാൻസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവളുടെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി അവനവിടെ ലൈറ്റ് ഓഫ് ചെയ്യാനായി അവിടേക്ക് വരുന്നുണ്ട്. മുറി മുഴുവനും വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് തന്നെ അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഓ, അപ്പൊ മുറി ഇത്ര അലങ്കോലം ആക്കിയിട്ടോണ്ടായിരിക്കാം അവള് ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേന്നും അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൻ അതൊക്കെ വന്ന് ആ സ്നാക്സ് ഒക്കെ പറക്കി ആ പെട്ടിയിലേക്ക് വെച്ച് ആ മുറിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്തും എങ്ങനെ ഇവളെ എന്റെ അച്ഛന്റെ മുൻപിൽ കൊണ്ട് നിർത്തും, ഇവളെ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് അവളുടെ ടാബ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുപോലെ ഓഫ് ചെയ്യാതെയാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതിലാണെങ്കിൽ ഇപ്പോഴും വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ യുവാക്കളൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുമല്ലോ, അതായിരുന്നു ആ ടാബിൽ പ്ലേ ആയിക്കൊണ്ടിരുന്നത്. അതും കൂടി കണ്ടപ്പോൾ അവന് വല്ലാതെ ദേഷ്യവും ടെൻഷനും ഒക്കെ ആവുന്നുണ്ട്. പിറ്റേ ദിവസം അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ റൂമൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും അവനാവട്ടെ നീ ഇത് എവിടെ പോവുകയാണെന്ന് അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവള് കിടന്നിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല എന്ന് പതർച്ചയോടെ പറയുന്നുണ്ട്. മുറിയിലുള്ള വസ്തുക്കളെല്ലാം കറക്റ്റായി അടുക്കി ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി ഒരു അരമണിക്കൂറത്തേക്ക് നീ നല്ല സുഖമായി കിടന്നുറങ്ങുമോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് മൂത്ത സഹോദരിയും ഇളയ സഹോദരനെയും കാണിക്കുന്നുണ്ട്. വൈഫിനെ എങ്ങനെയും ഇംപ്രസ് ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇളയ സഹോദരനെ ആവട്ടെ ഒരു ഡേറ്റ് ഒക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി റൊമാൻറ്റിക്കായി ഗിറ്റാറൊക്കെ ഉപയോഗിച്ച് പാട്ട് വരെ അവൻ പാടുന്നുണ്ട്. എന്നിരുന്നാലും അവളെ ഇംപ്രസ് ചെയ്യണമെന്ന് കരുതിക്കൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ അവളാവട്ടെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ പാടിയ ഈ നോട്ടിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നും പറഞ്ഞ് വളരെയധികം ഭംഗിയായി തന്നെ ആ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. അവളാണെങ്കിൽ നല്ല രീതിയിൽ ഗിറ്റാറും പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവനാണ് അവളുടെ മേലിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുകയും ഇംപ്രസ് ആവുകയും ചെയ്തത്. പിന്നീട് ഇളയ സഹോദരി മൂത്ത സഹോദരനോട് പാർട്ടിയിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്. അവരുടെ ഫാമിലി ഫംഗ്ഷൻ ഇല്ലേ, അതിന് പാർട്ടി നടക്കുന്ന മുറിയിലേക്ക് കടന്നപ്പോൾ മുതൽ തന്നെ അവളെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അവളുടെ അച്ഛന്റെ പെങ്ങളാണെന്നും അതുപോലെ അവരുടെ മക്കളാണെന്നും ഒക്കെ പറഞ്ഞ്, അതുമാത്രമല്ല തന്റെ ചേച്ചിയോട് അവർക്ക് വളരെയധികം കുശുമ്പാണെന്നും ചെറുപ്പകാലം മുതലേ തന്റെ ചേച്ചിയാണ് തന്നെ ഇങ്ങനെ വളർത്തിയതെന്നും അതോടൊപ്പം അച്ഛനമ്മമാരുടെ മരണശേഷം അച്ഛന്റെ കമ്പനി ഒറ്റയ്ക്ക് നോക്കി നടത്തിയതെന്നും തന്നെ ഒരു കുറവുകളും ഒന്നും അറിയിക്കാതെ സ്നേഹത്തോടെയാണ് ചേച്ചി വളർത്തിയത്. ബിസിനസിനെ പറ്റി പോലും എനിക്ക് യാതൊരു കാര്യവും അറിയില്ല, അതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ള മറ്റംഗങ്ങളെല്ലാം എന്നെ ഇതും പറഞ്ഞ് ബുള്ളി ചെയ്യുകയും നാണം കെടുത്തുകയും ചെയ്യും എന്നൊക്കെ അവൾ അവളുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്. അവരിരുവരെ ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ അവിടെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, അവളുടെ മൂത്ത സഹോദരി വിവാഹം കഴിച്ചെങ്കിലും നിന്റെ പ്രൊഫഷന് ചേർന്ന ഒരു പെൺകുട്ടിയായിരുന്നു, നിനക്കൊരു നേട്ടവുമായിരുന്നു. ഇവളെ എന്തിനാ വിവാഹം ചെയ്തത്? ഇവക്ക് ബിസിനസിനെ കുറിച്ചൊന്നും യാതൊന്നും അറിയത്തില്ല, ഒന്നിനെ കുറിച്ചും അറിയില്ല. വെറുതെ ആഹാരം കഴിച്ച് വീട്ടിൽ നിന്ന് ടിവിയും കണ്ട് കാലാട്ടിക്കൊണ്ടിരിക്കുമെന്നൊക്കെ മോശമായി അവളെ കുറിച്ച് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ വിഷമവും വരുന്നുണ്ട്. അതുമാത്രമല്ല നീ കുറച്ചങ്ങോട്ട് മാറിയിന്നേ, ഇതെന്റെ മൂത്ത പെൺകുട്ടിയാണ്, ഇതെന്റെ ഇളയ മകളാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പെൺകുട്ടികളെയും അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, 3 മാസങ്ങൾക്കകം അവളെല്ലാം പഠിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്യണമെന്നല്ലേ അവന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും വേറെ പെൺകുട്ടിയെ നോക്കുമല്ലോ അവന് വിവാഹം കഴിക്കാനായി. അവരുടെ ക്വാളിഫിക്കേഷൻസും കഴിവുകളെ കുറിച്ചൊക്കെ ശ്രീ അവിടെ വെച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അവൾക്ക് വല്ലാതെ വിഷമാവുകയും അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവളുടെ അടുത്തേക്ക് കുറച്ച് പെൺകുട്ടികൾ വരുന്നുണ്ട്. അവിടെ അച്ഛന്റെ പെങ്ങടെ മക്കളാണത്. അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, തീർച്ചയായും 3 മാസങ്ങൾക്ക് ശേഷം അവൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും, കാരണം നീ അവന് തീർത്തും യോഗ്യയല്ല.
അതിനുശേഷം തീർച്ചയായും ഞങ്ങളിൽ ഒരാളെ അവൻ വിവാഹം കഴിച്ചേ മതിയാവും. കാരണം നമ്മുടെ ഫാമിലിയിൽ ഒരു ട്രഡീഷൻ ഉണ്ട്, അവരുടെ ഫാമിലിയിലെ ഒരു പയ്യൻ നമ്മുടെ ഫാമിലിയിലുള്ള പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന്. ഇതും കൂടി കേട്ടപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവളുടെ മനസ്സിലുള്ള ആകെയുള്ള പ്രതീക്ഷയും കൂടെ അസ്തമിക്കുന്നുണ്ട്. തീർച്ചയായും അവൻ അവളെ ഉപേക്ഷിച്ചു പോകുമെന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതുമാത്രമല്ല, അവളുടെ ദേഹത്തേക്ക് വൈനൊക്കെ അവർ ഒഴിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ഈ ടൈമിൽ വൈൻ ഗ്ലാസ് താഴേക്ക് വീഴുന്നുണ്ട്. മറ്റു പെൺകുട്ടികളൊക്കെ അവളെ കളിയാക്കുന്നുണ്ട്, ഒരു പാർട്ടിയിൽ എങ്ങനെ അവൾക്ക് ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അവളുടെ ഹസ്ബൻഡ് ആവട്ടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഡ്രസ്സും ഷൂ ഒക്കെ ഒരു മടിയും കൂടാതെ തന്നെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് തന്നെ അവൻ പറയുന്നുണ്ട്, ഇപ്പോഴും നല്ല എപ്പോഴും ഇവൾ മാത്രമായിരിക്കും എൻ്റെ വൈഫ്, അവൾക്ക് ഇവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഏത് സമയവും തനിക്ക് വേണ്ടി സംസാരിക്കുന്നത് തൻ്റെ ചേച്ചി മാത്രമായിരിക്കും, ഇപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളെ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവള് വളരെ ഹാപ്പിയായി തന്നെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നീട് മൂത്ത സഹോദരിയെയും അവളുടെ ഹസ്ബൻഡിനെയും കാണിക്കുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡിനാവട്ടെ എന്തോ ഒരു അലർജി മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനെ കാണാനായി അവൾ എത്തിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ച ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ ഈ രോഗികൾക്ക് ധരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് സൂപ്പറായി ഇരിക്കാനും അവളെ മുമ്പിൽ ആകർഷകമായി തോന്നാനും അവൻ സൂട്ടും കോട്ടും ഒക്കെ എടുത്തിടുന്നുണ്ട്. അവളും ദേഷ്യത്തോട് അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കല്ലേ അലർജി ഉള്ളത്, ഇങ്ങനെ ഈ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഇരിക്കോ, ഇവിടുത്തെ വസ്ത്രം ധരിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ച്. അന്നത്തെ ദിവസം അവളാവട്ടെ വേറെ എവിടേക്കും പോകാതെ അവിടെ തന്നെ ഇരുന്നാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. തന്നെ പരിചരിക്കാനായി തന്റെ വൈഫ് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷത്തിൽ തന്നെയാണ് അവനും ഇരുന്നത്. പാവം വയ്യാതിരിക്കുകയല്ലേ, അവന് നല്ല ശ്രദ്ധ കൊടുക്കണം, ആഹാരമൊക്കെ കോരി കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ അടുത്ത് ചെന്നിരുന്ന് അവന് ഭക്ഷണം സ്പൂണിൽ കൊടുക്കുന്ന സമയത്ത് അവനാവട്ടെ അവളുടെ കൂടെ റൊമാൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവളാവട്ടെ അവനെ വഴക്ക് പറയുന്നുണ്ട്, എന്റെ ജോലിയും കളഞ്ഞിട്ടാണ് ഞാൻ നിന്നെ നോക്കാനായി ഇവിടെ വന്നിരിക്കുന്നത്, ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പിറ്റേ ദിവസം അവൻ എഴുന്നേറ്റപ്പോഴാവട്ടെ അവളൊരു നോട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് ഒരുപാട് ജോലി തിരക്കുകൾ ഉണ്ടെന്നും ഡിസ്ചാർജായി വീട്ടിൽ വന്നെത്തിയതിനു ശേഷം സംസാരിക്കാമെന്നായിരുന്നു ആ നോട്ടിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ഒരു എയ്റോപ്ലെയിൻ മോഡലും അവൾ അതോടൊപ്പം തയ്യാറാക്കിയിരുന്നു. അവനവിടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം അവളെ കാണാനായി പോകുന്നുണ്ട്. അവളുടെ സഹോദരി എടുത്ത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്പോർട്സ് ഐറ്റത്തില് ബോക്സിംഗ് ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അവൾ പറഞ്ഞിരുന്നു. തന്റെ വൈഫിന് തന്നെ തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇടത്തേക്ക് അവൻ മുഖമൊക്കെ മറച്ച് ചെല്ലുന്നുണ്ട്. എന്നിരുന്നാലും പ്രാക്ടീസ് ചെയ്യായിരുന്നെങ്കിൽ പോലും അവൾ ഇടിച്ചവനെ താഴേക്ക് ഇടുന്നുണ്ട്. നിലത്തേക്ക് വീണ അവനെ വീണ്ടും അവൾ ഇടിച്ച് ശരിയാക്കിയാലോ എന്ന് പേടിച്ചിട്ട് അവനാവട്ടെ, ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, ഇനി ഇടിച്ചാൽ ഞാൻ ചത്തുപോകും, നീ വിധവയായി പോകും എന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. മുഖം മറച്ചിരുന്ന മാസ്ക് ഒക്കെ മാറ്റിയപ്പോഴാണ് അത് അവനാണെന്ന് അവൾക്കും മനസ്സിലാവുന്നത്. ഇവൻ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന മട്ടിൽ തന്നെ അവൾ അവനെ നോക്കുന്നുണ്ട്. പിന്നീട് അവൾ അവിടെ ഈ മൗണ്ടൻ ക്ലൈംബിങ്ങിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരിടത്തേക്ക് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. അവൻ ഇതിനൊന്നും താല്പര്യമില്ലെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യാനായി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനായി തന്നെ അവൻ തീരുമാനിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതവൻ നന്നായി തന്നെ ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിലൊക്കെ അവളെ റൊമാൻസ് ചെയ്യാൻ കിട്ടുന്ന അവസരം അവൻ ഒട്ടും തന്നെ പാഴാക്കിയിരുന്നില്ല. പിന്നീട് മൂത്ത സഹോദരനെയും അവന്റെ വൈഫിനെയും കാണിക്കുന്നുണ്ട്. അവളാവട്ടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അവന് കൊടുക്കുന്നുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് ഇതൊക്കെ നീ തന്നെ കഴിച്ചോ, എനിക്കിതൊന്നും വേണ്ട എന്ന്. നൈറ്റ് ആയപ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സിനെ കാണാനായി ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഹസ്ബൻഡിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നെങ്കിലും എല്ലാ കാര്യത്തിലും ഓവറായി അവളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ടൈം ഒരുപാടായി, പെട്ടെന്ന് തന്നെ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഫ്രണ്ട്സിനെ കാണാതെ അവളാവട്ടെ വളരെയധികം ജോളിയായി എന്റെ കല്യാണം കഴിഞ്ഞേ എന്ന് പറഞ്ഞ് മോതിരമൊക്കെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ ഷോക്കായി തന്നെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്നെ പോലെ ഒരുത്തിയെ പോലും കല്യാണം കഴിക്കാൻ ആൾക്കാരുണ്ടോ എന്ന്. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോയ പാർട്ടിയിലാവട്ടെ രണ്ടുപേര് പുതിയതായിട്ടുണ്ടായിരുന്നു. അവർ അവളുടെ അടുത്ത് വന്ന് നമ്പർ ചോദിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് നമ്പർ ഒന്നും തരാൻ സാധിക്കില്ല, താൻ മാരീഡ് ആണ്, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ അവരെ ഒഴിവാക്കി വിടുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് ആവട്ടെ ഇതിനോടകം തന്നെ ഒരു സ്പൈയെ അവളോടൊപ്പം അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ അയാൾ അപ്ഡേറ്റ് ചെയ്ത് ഫോണിലൂടെ അവനെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഏതോ ഒരുത്തൻ തന്റെ വൈഫിന്റെ കൂടെ സംസാരിക്കുന്നു എന്ന് കണ്ട് അവനാവട്ടെ വീട്ടിൽ നിന്ന് ഉടനടി തന്നെ അവിടേക്ക് പുറപ്പെടുന്നുണ്ട്. ഈ ടൈമിൽ റെസ്റ്റ് റൂമിലേക്ക് പോയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് അവളെ തടഞ്ഞു നിർത്തി അവർ രണ്ടുപേരും ഇന്നൊരു രാത്രി മാത്രം അവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബലമായി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തക്കതായ സമയത്ത് തന്നെ അവളുടെ ഹസ്ബൻഡ് അവിടെ എത്തി അവന്റെ കൈ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ വൈഫിന്റെ മേലിൽ കൈവയ്ക്കാനായോ എന്ന് ചോദിച്ചിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അവൾക്കാണെങ്കിൽ എങ്ങനെ അവനെ സമാധാനപ്പെടുത്തണമെന്നും അറിയത്തില്ലായിരുന്നു. വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി മുതൽ നിനക്കിങ്ങനെ പുറത്ത് ചുറ്റി നടക്കാനൊന്നും സാധിക്കില്ല, നമ്മുടെ ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ഞാൻ എത്രത്തോളം
ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നിനക്ക് അതിന്റെ യാതൊരു സീരിയസ്നെസ്സും ഇല്ല. നീ ജോളിയായി ഊരു ചുറ്റി നടക്കുകയല്ലേ. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാനല്ല നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. കോച്ചിങ്ങിനായി ഞാൻ നാളെ മുതൽ ആളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അവര് വന്ന് നിനക്ക് ക്ലാസ് എടുക്കും. എന്തുകൊണ്ടോ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ അവൾക്ക് ഓരോ കാര്യത്തിനും ഓരോ ടീച്ചേഴ്സ് ആയിരുന്നു. ഭക്ഷണം എങ്ങനെ പാകം ചെയ്യണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഉറങ്ങണം എന്നൊക്കെ. പക്ഷെ അവൾക്ക് ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഭർത്താവിന് വേണ്ടിയും ചേച്ചിക്ക് വേണ്ടിയും ഇതൊക്കെ ശ്രദ്ധയോടെ കേട്ട് പഠിക്കാനായി അവൾ തീരുമാനിക്കുന്നുണ്ട്. വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേൽപ്പിച്ച് അവളെ കൊണ്ട് യോഗ ചെയ്യിപ്പിക്കുമായിരുന്നു. കുറെ ചെയ്തതിനു ശേഷം ഇനി എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിപ്പോയ അവളാവട്ടെ എനിക്ക് ചിപ്സ് വേണം, ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പിച്ചും പേയും പറയുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അതൊന്നും കഴിക്കാൻ സാധിക്കത്തില്ല, ഇനി 1/2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്, നീ യോഗ ചെയ്ത് മതിയാവൂ എന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. എന്നെ കൊണ്ട് ഇനി ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ അവൾ ദേഷ്യത്തോടെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൻ അവളടുത്ത് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ ഇനി തന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ നിന്നെ വിവാഹം കഴിച്ചു. ഒരാണും ഒരു പെണ്ണും അല്ലേ വിവാഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടവുമാണ്. പക്ഷെ നിന്റെ അച്ഛൻ പറഞ്ഞതിന്റെ പേരിൽ നീ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ സന്തോഷവും ഇഷ്ടവും സ്വപ്നങ്ങളും എല്ലാം നീ കെടുത്തിയിരിക്കുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ ടൈം ടേബിൾ വെച്ചിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ജീവിച്ചിട്ടുമില്ല, ഇനി അങ്ങനെ ജീവിക്കാനും പോകുന്നില്ല എന്ന് തന്നെ അവൾ തർപ്പിച്ച് പറയുന്നുണ്ട്. വളരെയധികം ദേഷ്യത്തിലായിരുന്ന അവൾ അവിടെ ഉണ്ടായിരുന്ന ചോക്ലേറ്റും ചിപ്സുകളും ഒക്കെ എടുത്ത് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. നീ വളരെ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്, ഇതിലും സ്ട്രിക്റ്റ് ആയി തന്നെയായിരിക്കും ഇനി നിന്നോട് ഞാൻ പെരുമാറാൻ പോകുന്നേ എന്ന് പറഞ്ഞ് അവൻ വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, ഇതിനപ്പുറം ഞാൻ എന്തായാലും നിന്നെ അനുസരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ അവൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ തർക്കങ്ങൾ വളരെയധികം മൂർജിക്കുകയും ഇങ്ങനെയൊരു ജീവിതം എനിക്ക് വേണ്ട, ഇങ്ങനെയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യവും എനിക്കില്ല, എനിക്ക് ഡിവോഴ്സ് വേണം, നിന്നോടൊപ്പമുള്ള ഈ ജീവിതം വേണ്ട എന്ന് അവള് പറയുമ്പോൾ അവനാവട്ടെ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല, ഈ ജന്മത്തിൽ ഞാൻ തന്നെയാണ് നിന്റെ ഹസ്ബൻഡ്, നീ തന്നെയാണ് എന്റെ വൈഫും, ഡിവോഴ്സ് ഒന്നും നീ സ്വപ്നത്തിൽ പോലും തരുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യുന്നുണ്ട്. അവളാവട്ടെ അവനെ അടിക്കുന്നുമുണ്ട്. ഓ നിനക്കിപ്പോ വലിയ കുഴപ്പമാണോ, എങ്കിൽ നിന്റെ കുഴപ്പങ്ങളൊക്കെ തീർത്തു തരാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനവട്ടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവളെ അകത്തേക്ക് തള്ളിവിട്ടതിന് ശേഷം മുറി ലോക്ക് ചെയ്യുന്നുണ്ട്. അവൾ ഉടനെ തന്നെ ഈ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ ചേച്ചിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് അവളുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടിയാണ് വരുന്നത്. ഇളയ സഹോദരനെ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, അവളൊരു ചെറിയ പെൺകുട്ടിയല്ലേ, അവളിപ്പോ എവിടെയാണുള്ളത്, എന്തിനാണ് നീ അവളെ ഈ വീട്ടിൽ ലോക്ക് ചെയ്തിരിക്കുന്നത്, നീ ഏത് ജനറേഷനിലാണ് ജീവിക്കുന്നത്, അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന ജനറേഷൻ വേറെ, നമ്മൾ ജീവിക്കുന്ന ജനറേഷൻ വേറെ, ഒരിക്കലും നീ ഈ രീതിയിൽ പെരുമാറിക്കൂടാ എന്നും പറഞ്ഞ് മൂത്ത സഹോദരനെ ഒരുപാട് വഴക്കവും പറയുന്നുണ്ട്. എന്തായാലും മൂത്ത സഹോദരി പോയി അവളുടെ ഡോർ ലോക്ക് ചെയ്തതൊക്കെ തുറന്ന് അവളെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അവളാവട്ടെ ഇനി അവനോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല, തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് തന്നെ പറയുന്നുണ്ട്. അത്രയല്ലേ ഉള്ളൂ, നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ തീർച്ചയായും ഈ കുടുംബവുമായി ഇനി യാതൊരു ബന്ധവും നമ്മൾക്ക് രണ്ടുപേർക്കും വേണ്ട, രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മൂത്ത സഹോദരി അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഉടനടി തന്നെ ഇളയ സഹോദരൻ, ഡാർലിംഗ് ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിന്നെ നല്ല രീതിയിൽ സന്തോഷവതിയായല്ലേ നോക്കിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ ഓടിപ്പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും മൂത്ത സഹോദരിയുടെ ബോഡി ഗാർഡ്സ് അവളുടെ അടുത്ത് പോലും എത്തരുന്നുള്ള രീതിക്ക് തന്നെ അവനെ തടയുന്നുണ്ട്. അവരിവിടെ നിന്ന് പോയതിനു ശേഷം ഇളയ സഹോദരൻ കണ്ണുമുട്ട ചീത്ത അവന്റെ സഹോദരനെ പറയുന്നുണ്ട്, എനിക്ക് എന്റെ വൈഫില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, നീ ഒരാൾ കാരണമാണ് എന്റെ ജീവിതം ഈ നിലയിലായത്, അവളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, നിന്നെക്കാട്ടിലും 10 വയസ്സിന് ഇളയതല്ലേ, അവളോട് കണ്ടറിഞ്ഞ സ്നേഹത്തോടെ പെരുമാറണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അവളെ ലവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയധികം സ്ട്രിക്റ്റായി ഞാൻ അവളോട് പെരുമാറിയത്, ഇങ്ങനെയൊക്കെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ അവളെ മൂത്ത മരുമകളായി അംഗീകരിക്കില്ല, 3 മാസം കഴിഞ്ഞ് ഇനി അച്ഛൻ എന്തൊക്കെ തീരുമാനം എടുക്കാൻ പോകുന്നെന്ന് അറിയില്ല എന്നൊക്കെ അവൻ പറയുന്നത് കേട്ടപ്പോൾ ഇളയ സഹോദരൻ പറയുന്നുണ്ട്, നീ എന്താ LKG പഠിക്കുന്ന കൊച്ചുകുട്ടി വല്ലതുമാണോ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കാൻ, ഇത് നിന്റെ ലൈഫാണ്, നിന്റെ ഡിസിഷനാണ്, മറ്റുള്ളവരുടെ താല്പര്യം നോക്കി നിന്റെ ജീവിതം നീ നശിപ്പിക്കരുതെന്ന് തന്നെ അവൻ വ്യക്തമാക്കുന്നുണ്ട്. മൂത്ത സഹോദരി ഈ ടൈമിലൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലേ, തീർച്ചയായും അവനെ ഡിവോഴ്സ് ചെയ്യണമോ എന്നൊക്കെ. എനിക്കൊന്നും അറിയില്ല ചേച്ചി, എനിക്ക് അയാളെ വളരെയധികം ഇഷ്ടമാണ്, പക്ഷെ അയാളുടെ പ്രവൃത്തികളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലാണ് എന്റെ ജീവിതം പൊക്കോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കണമെന്ന് മൂത്ത സഹോദരി അവളുടെ അടുത്ത് പറയുമ്പോൾ അദ്ദേഹം വളരെ നല്ലവനാണ്, വളരെ ടാലന്റഡ് ആണ്, എന്നെ പോലൊരു പെൺകുട്ടി അയാൾക്ക് സെറ്റ് ആവില്ല,
നിങ്ങളെപ്പോലെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള പെൺകുട്ടി തന്നെയാണ് അയാൾക്ക് സ്യൂട്ട് ആവുന്നത്. എല്ലാം തെറ്റായിയാണ് നടന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. സഹോദരി ഇതൊക്കെ കേട്ടിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, അവർ ഇരുവരും പുറത്ത് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിന്റെ ഫോണിൽ നിന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്തേക്കാം നിന്റെ ഫോണിലേക്ക്, അത് നീ മ്യൂട്ടിലിട്ടിരുന്നാൽ മതിയാവും. അവരെ രണ്ടുപേരെ ഞാൻ ഇപ്പോൾ അകത്തേക്ക് വിളിക്കാൻ പോവുകയാണ്. നിന്റെ ഹസ്ബൻഡിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ, നിനക്കതൊക്കെ അകത്തിരുന്ന് കേട്ട് മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞ് മുറിയിലേക്ക് വിടുന്നു. അവർ രണ്ടുപേരുടെ ഹസ്ബൻഡ്സ് മുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇളയ സഹോദരൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, എത്ര നേരമായി ഡാർലിംഗ് ഞാൻ നിന്നെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ തന്നെ 5 മണിയായി. ഇത്രയും നേരം വേണമായിരുന്നു എന്നെ ക്ഷമിച്ച് നിനക്ക് അകത്തേക്ക് വിളിക്കാൻ. ഇവന്റെ അടുത്തിരിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇവൻ മഹാവൃത്തികെട്ടവനാ. എന്തായാലും ഞാൻ ഇവനെ പോലെയല്ല. നീ പറയുന്നതൊക്കെ കേട്ട് നിന്നോടൊപ്പം തന്നെ കാണുമെന്ന് പറഞ്ഞ് അവളോടൊപ്പം തന്നെ അവനും ഇരിക്കുന്നുണ്ട്. ഈ ടൈമിൽ എന്നെ മൂത്ത സഹോദരൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് തന്ന വാക്ക് തെറ്റിച്ചു. ഞാൻ അവളെ നന്നായി നോക്കിയില്ല. എന്റെ ഫോൾട്ട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നെ കൊണ്ട് അവളെ പിരിഞ്ഞു താമസിക്കാൻ പറ്റില്ല എന്നവൻ പറയുമ്പോൾ, അങ്ങനെ അവളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ലെങ്കിൽ അവളെ നല്ലവണ്ണം നോക്കണമായിരുന്നു. നിങ്ങൾ രണ്ടുപേരുമാണ് അവസാനം വരെ ജീവിക്കാൻ പോകുന്നത്. നിന്റെ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ സഹോദരിയെ കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അതും കണ്ടോണ്ട് ഞാൻ നോക്കിയിരിക്കത്തില്ല. അങ്ങനെ ഒരു ജീവിതം എനിക്കും എന്റെ സഹോദരിക്കും ആവശ്യമില്ല. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തില് അവള് മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് അവിടുത്തെ മരുമകളാകുന്നതിൽ മാത്രമല്ല പ്രാധാന്യമുള്ളത്. അവളുടെ ജീവിതം അങ്ങനെ ഹോമിക്കാനുള്ളതുമല്ല. അവളും ഒരു മനുഷ്യ സ്ത്രീയാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള ഫ്രീഡവും സ്വപ്നവും ആഗ്രഹങ്ങളും ഒക്കെ കാണും. അതൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടുപോയ വീടിനും വീട്ടുകാർക്കും വേണ്ടിയിട്ട് ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് തീരെ ലോജിക്കില്ലാത്ത കാര്യമാണ്. ഇതെല്ലാം എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി ഇതിനപ്പുറം ഞാൻ ഒരിക്കലും അവളോട് ഇങ്ങനെ പെരുമാറില്ല. എന്നോട് ക്ഷമിക്കണമെന്നും ഇനി ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാവില്ല. അവളില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട ഇളയ സഹോദരിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. ഇളയ സഹോദരൻ പറയുന്നുണ്ട്, ഡാർലിംഗ് നീ എനിക്ക് വേണ്ടി അവൻ ഒരവസരം കൂടി കൊടുക്ക്. ഇനി അവൻ എന്തെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ തീർച്ചയായും അവനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ തന്നെ നിന്റെ സഹോദരിക്ക് ഡിവോഴ്സ് വാങ്ങി നൽകുന്നതാണ്. പക്ഷെ നീ ഒരിക്കലും എന്നെ ഡിവോഴ്സ് ചെയ്യരുത്. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടോളാം. നിനക്ക് വേണ്ടി അച്ഛനെയോ അമ്മയോ സഹോദരനെ ആരെ വേണമെങ്കിലും ഞാൻ ഡിവോഴ്സ് ചെയ്യാം. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടോളാം. എന്നെ മാത്രം നീ ഡിവോഴ്സ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾക്കാവട്ടെ ചിരി അടക്കാൻ സാധിച്ചിരുന്നില്ല. മൂത്ത സഹോദരനാവട്ടെ ഇതിനോടകം തന്നെ അവന്റെ വൈഫിനെ അന്വേഷിച്ച് അവളുടെ മുറിയിലേക്ക് പോയിരുന്നു. അവരവിടേക്ക് വരുമെന്ന് മനസ്സിലാക്കി അവളാവട്ടെ ഫോണൊക്കെ പെട്ടെന്ന് ഓഫ് ചെയ്ത് ഉറങ്ങുന്ന മാതിരി നടിച്ചു കിടക്കുന്നുണ്ട്. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്നെ എനിക്ക് നഷ്ടമായല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത്. എന്റെ തെറ്റിന് നീ എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും ഇതൊന്നും ചെയ്യാനായി ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ല. വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് അവളെ അവൻ വിളിക്കുന്നുണ്ട്. എഴുന്നേറ്റിരുന്ന അവളാവട്ടെ, ഞാൻ നിന്നോട് ക്ഷമിക്കില്ല, പക്ഷെ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. നിന്നോട് ഞാൻ പെരുമാറുന്ന രീതി വെച്ച് തീർച്ചയായും ഒരു ദിവസം നീ എന്നോട് ക്ഷമിക്കുമെന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ അവളാവട്ടെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ അവളുടെ കൈ നീട്ടിക്കൊടുക്കുന്നുണ്ട്. മൂത്ത സഹോദരി ആവട്ടെ അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇനി ഒരിക്കലും തന്റെ സഹോദരി ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വരാൻ പാടില്ല എന്ന്. ഈ പറയുന്നതൊക്കെ ഓർമ്മ വെച്ചോന്ന് തന്നെ ഇളയ സഹോദരൻ പറയുമ്പോൾ മൂത്ത സഹോദരനാവട്ടെ അവനൊരു ചവിട്ട് കൊടുത്തിട്ട്, നിന്റെ കാല് ഞാൻ ചവിട്ടി ഓടിക്കാറ് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കൂടെ അവനാവട്ടെ വൈഫിന്റെ അടുത്ത്, കണ്ടോ ഡാർലിംഗ് അവൻ എന്നെ അടിച്ചിട്ട് പോയത് കണ്ടോ എന്ന് പറഞ്ഞ് അവന്റെ വൈഫിനോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അവള് പറയുന്നുണ്ട്, എനിക്കിപ്പോഴും നിങ്ങളോട് ദേഷ്യം തന്നെയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാരണവശാലും ക്ഷമിക്കാനും പോകുന്നില്ല. 2 മുറിയിൽ തന്നെ ഉറങ്ങിയാൽ മതി. ഞാൻ മുറിയിലും നിങ്ങൾ ഗസ്റ്റ് റൂമിലും ഉറങ്ങിക്കോളാൻ അവള് പറയുന്നുണ്ട്. പക്ഷെ അവനാവട്ടെ, നിനക്കെന്നോട് ദേഷ്യമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു മുറിയിൽ തന്നെ ഉറങ്ങുന്നതിൽ പ്രശ്നം എന്താണെന്ന്. അതൊന്നും പറ്റത്തില്ല, ഞാൻ മുറിയിൽ ഉറങ്ങിക്കോളാമെന്ന് പറഞ്ഞ് അവളകത്തേക്ക് കയറിപ്പോയി വാതിലും അടയ്ക്കുന്നുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ്സിന്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് അവർ 4 പേര് ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. മൂത്ത സഹോദരനാവട്ടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി എൻ്റെ വൈഫിന് ഈ ട്രെയിനിങ് ആ ട്രെയിനിങ് അങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഞാൻ അവളെ അംഗീകരിച്ചു കഴിഞ്ഞു, അതുപോലെ നിങ്ങളും അവളെ അംഗീകരിക്കണമെന്ന്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇങ്ങനെ ഒരുത്തിയൊന്നും എനിക്ക് മരുമകളായി അംഗീകരിക്കാൻ സാധിക്കില്ല. അവളെ കണ്ടില്ലേ, ഒരു LKG കുട്ടിയെ പോലെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു മെച്യൂരിറ്റിയും ഇല്ല. എന്നിരുന്നാലും ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ആർമിയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ ഇനി മറന്നു കളയണമെന്ന് തന്നെ അവൻ കുറച്ച് സ്ട്രിക്റ്റായി തന്നെ അവരോട് പറയുന്നുണ്ട്. എന്നിരുന്നാലും അവന്റെ അച്ഛൻ അമ്പനും വില്ലിനും അടുക്കുന്നില്ലായിരുന്നു. മൂത്ത സഹോദരിക്കാണെങ്കിൽ വളരെയധികം ദേഷ്യവും വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബമാണ് ഏറ്റവും വലിയ കുടുംബം എന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടാവാം. ഞങ്ങൾ വിചാരിച്ചാൽ പുതിയൊരു കുടുംബം കണ്ടെത്താനും ആ പുതിയ കുടുംബത്തിലേക്ക് യോജിക്കാനും സാധിക്കും. പക്ഷേ വേറൊരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയും അതിന് ശ്രമിക്കാത്തത്. ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ 4 പേർക്കും പരസ്പരം വലിയ ഇഷ്ടമാണ്.
ഞങ്ങൾ 4 പേരും സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഒരുമിച്ച് നയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്നത് അച്ഛനായ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങൾ തന്നെയാണ് തല്ലിക്കെടുത്തുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വൈഫിനോട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ അവർ ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. ഒരു ഷോ കേസിലിരിക്കുന്ന പാവ പോലെയല്ലേ അവരവരുടെ ജീവിതം ഇത്രയും നാളും ജീവിച്ചു ചേർത്തത്. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരൊരിക്കൽ പോലും ജീവിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ആവർത്തിച്ച് അതേ തെറ്റ് തന്നെ നിങ്ങളുടെ മക്കളും ചെയ്യണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് അവൾ അയാളോട് ചോദിക്കുന്നുണ്ട്. കുത്തടിച്ചോണെന്നുള്ള ഈ വാചകം അയാൾക്ക് നന്നായി ഹൃദയത്തിൽ കൊള്ളുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സീരിയസ് ആയ ഒരു ലൈഫ് നയിക്കണമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ശരി, നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായും അത് തന്നെ മുന്നോട്ട് പൊക്കോട്ടെ. ഞാൻ ഒരിക്കലും അതിനെ എതിർക്കുന്നില്ല. സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾ 4 പേരും നയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുന്നുണ്ട്. മൂത്ത സഹോദരൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴെങ്കിലും എന്നോട് ക്ഷമിച്ചോ എന്ന്. കുറച്ച് ക്ഷമിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരിരുവരും സന്തോഷത്തോടെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് നൈറ്റ് വന്നെത്തുന്നുണ്ട്. നല്ല രീതിയിൽ മഞ്ഞും പെയ്യുന്നുണ്ട്. അവരെല്ലാവരും നല്ലപോലെ സെലിബ്രേറ്റും ചെയ്യുന്നുണ്ട്. എന്നാൽ മൂത്ത സഹോദരനാവട്ടെ ഇതുവരെ എന്റെ വൈഫ് എന്നോട് ക്ഷമിച്ചില്ല എന്ന് ഫീൽ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളെ സ്ലിപ്പായി വീഴാൻ പോയപ്പോൾ അവനാവട്ടെ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ എന്ന് അവൻ അവളോട് കെഞ്ചി ചോദിക്കുന്നുണ്ട്. ശരി ശരി, ഇതിനപ്പുറം ഞാനും ക്ഷമിച്ചു എന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ തന്നെ ആ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർ 4 പേരും ഹാപ്പിയായി എൻജോയ് ചെയ്യുന്നതൊക്കെ അച്ഛനും അമ്മയും അവിടെ നിന്ന് കാണുന്നുണ്ട്. അവരും വളരെയധികം ഹാപ്പി ആയിരുന്നു. മക്കളുടെ സന്തോഷമല്ലേ ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും സന്തോഷം. മകന് ഈ പെൺകുട്ടി തീരെ യോഗ്യയല്ല എന്നൊക്കെ അവർ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ അവർ തമ്മിൽ സ്നേഹമുണ്ടായിരിക്കണം, കരുതലും പരസ്പര വിശ്വാസവും ഉണ്ടായിരിക്കണം. ഇതാണ് മുഖ്യമായ വിഷയം. അങ്ങനെ അവർ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഷഹാല, നഷ്വ, മാർവ, തസ്നീമ, അംന, ജെസിക, ഷർബീന, ഷഫ, സൽമ, ചിന്നു. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡ്രാമ കണ്ടാൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.